നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ നട്ട പാൽക്കാന്താരിയാണ്. പാൽക്കാന്താരി മുളക്, വെള്ളക്കാന്താരി, പാൽക്കാന്താരി എന്നൊക്കെ പറയുന്ന ഇനം മുളക്. ഹൈബ്രിഡ് വിത്തൊന്നുമല്ല, നാടൻ വിത്താണ്. നാടൻ വിത്ത് മുളപ്പിച്ച് നട്ട തൈയാണ്. ഇതിന് നല്ല രീതിയിൽ കുരുടിപ്പ് രോഗം ബാധിച്ചിരുന്നൊരു തൈയാണ്. കായബലം ഒന്നും ഇല്ലാതെ എനിക്ക് ആകെപ്പാടെ ഒരൊറ്റ മുളക് മാത്രമാണ് തുടക്കത്തിൽ നിന്ന് ലഭിച്ചത്. പിന്നെ ഫുള്ള് ഇലയും മുരടിച്ച് ചെടി ഒരു ശോചനീയാവസ്ഥയിൽ നിന്ന ഒരു ഘട്ടമായിരുന്നു. അതിനെ ഞാൻ നല്ല രീതിയിൽ പരിപാലിച്ച് ഇപ്പോൾ കുരുടിപ്പെല്ലാം മാറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവും കായൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മഴ സമയമാണ്. മഴ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുളക്, വഴുതന, തക്കാളി, വെണ്ടയൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യങ്ങൾ പൊതുവെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഈ മുളകിലൊക്കെ കൂടുതൽ ഈ വെള്ളീച്ചയുടെ ആക്രമണം ശക്തമായിരിക്കും. അപ്പോൾ ഈ മഴ സമയമാകുമ്പോഴത്തേക്ക് വെള്ളീച്ചയുടെ ശല്യമൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു വിളകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതെൻ്റെ ഒരു പച്ചമുളക് ചെടിയാണ്. ഇതും അതുപോലെ തന്നെ നല്ല രീതിയിൽ കുരുടിപ്പ് രോഗം ബാധിച്ചിരുന്ന ചെടിയാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ കുരുടിപ്പ് വന്ന ഇലകളും മറ്റുമൊക്കെ നുള്ളിക്കളഞ്ഞ ശേഷം അതിൻ്റെ മൂലകങ്ങളെല്ലാം കൊടുത്ത് ഇപ്പോൾ കുരുടിപ്പ് ഒരു വിധം മാറി നല്ല രീതിയിൽ ഇപ്പോൾ പൂ പിടിക്കാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഇലകൾ, പുതിയ തളിരുകൾ വന്നു തുടങ്ങിയതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുരുടിപ്പൊന്നും ഇല്ലാതെ വരുന്നുണ്ട്. ഇത് ഞാൻ നട്ടിരിക്കുന്ന മൂന്നാമത്തെ ഇനമാണ് ഉടങ്കുല്ലി മുളക്. ഉടങ്കുല്ലി മുളക് എന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. ഇതിന് ഒരു പ്രത്യേക മണവും രുചിയൊക്കെ ഉള്ളൊരു ഇനമാണ്. ഇതിലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൂപിടുത്തവും കായപിടുത്തവും ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ കായ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് അതുപോലെ തന്നെ മുമ്പ് കുരുടിപ്പ് രോഗം ബാധിച്ചിരുന്ന ഒരു പച്ചമുളക് ചെടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുവിധം അത്യാവശ്യം വിളവെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയ ചെറിയ കായകളൊക്കെ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് ഇതും, നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് ഇത് നിൽക്കുന്നത്. മുരടിപ്പില്ലാതെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടെ തന്നെ വളരുകയും നല്ല രീതിയിൽ കായ്ഫലവും മറ്റും ലഭിക്കുന്നതാണ്. സാധാരണയായി കുരുടിപ്പ് രോഗങ്ങൾ കണ്ട് വരുന്നത് പ്രധാനമായും ഒന്ന് വെള്ളീച്ചയുടെ ആക്രമണം മൂലം വരാറുണ്ട്. പിന്നെ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം കൊണ്ടും ഇത്തരം മുരടിപ്പ് കാണാൻ സാധിക്കുന്നത്. അതായത് കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെയൊക്കെ കുറവ് കൊണ്ടും മുരടിപ്പ് മുളക് ചെടിയിലൊക്കെ വരുന്നതാണ്. ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നവർക്ക് സാധാരണ പൊതുവേ ഈ മുരടിപ്പ് രോഗം ബാധിക്കുന്നത് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മണ്ണിൻ്റെ കാലാവസ്ഥയുടെ സവിശേഷതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനങ്ങളും മറ്റ് ഘടകങ്ങളും കൊണ്ട് മണ്ണിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മണ്ണിലിപ്പോൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൂക്ഷ്മമൂലകങ്ങളും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷ്മമൂലകങ്ങൾ സപ്ലിമെൻ്ററി ആയിട്ട് ചെടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അഥവാ അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിലാണ് ഇതുപോലുള്ള അസുഖങ്ങളും മറ്റും ചെടികൾക്ക് സംഭവിക്കുന്നത്. വെള്ളീച്ചയുടെ ആക്രമണം അല്ല എന്നുണ്ടെങ്കിൽ പ്രധാനമായും ഈ ഒരു മുരടിപ്പ് രോഗം ബാധിക്കുന്നത് ഈ കാൽസ്യം, മഗ്നീഷ്യം എന്നീ മൂലകങ്ങളുടെ അഭാവം കൊണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അതായത് നമ്മുടെ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ ഒരു 50 ഗ്രാം ഡോളോമേറ്റിലാണ് നമുക്ക് കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 50 ഗ്രാം ഡോളോമേറ്റ് 2 ആഴ്ച കൂടുമ്പോഴോ, അല്ലെങ്കിൽ കുരുടിപ്പ് രോഗം അധികമാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 50 ഗ്രാം ഡോളോമേറ്റ് മണ്ണിലിളക്കി നല്ല രീതിയിൽ നന കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 1 മാസം കൂടുമ്പോൾ കൊടുത്താലും ഒരുവിധം മാറുന്നതാണ്. അതായത് ഈ ഡോളോമേറ്റ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ജൈവവളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് വളക്കടകളിൽ കാൽസ്യം നൈട്രേറ്റും മഗ്നീഷ്യം സൾഫേറ്റിന് അധികം വിലയാവുന്നതല്ല. 20 രൂപ 25 രൂപ കിലോയ്ക്ക് വില വരുന്ന ഇതാണ്. എപ്സം സോൾട്ട് എന്നും അറിയപ്പെടും. അപ്പോൾ ഇത് രണ്ടും 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം, അതിൻ്റെ ആവശ്യമുള്ളൂ. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും പതിയെ അല്ല, അത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന ജൈവവളങ്ങളെല്ലാം അയോണിക് രൂപത്തിലായതിനു ശേഷമാണ് ചെടി അതിനെ വലിച്ചെടുക്കുന്നത്. പക്ഷേ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ചെടി നമ്മൾ ഡയറക്റ്റ് അയോണിക് രൂപത്തിൽ കൊടുക്കുന്നതിന് ചെടിയൊക്കെ വളരെ പെട്ടെന്ന്, അതായത് മിനിറ്റുകൾ കൊണ്ടും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചെടിയൊക്കെ അത് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടും വളരെ ഫാസ്റ്റായിരിക്കും. അപ്പോൾ കാൽസ്യം നൈട്രേറ്റ്,
മാഗ്നീഷ്യം സൾഫേറ്റ്, ഇത് രണ്ടും കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന അളവിൽ കലർത്തി ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിന് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല. ചെടിയൊക്കെ ആവശ്യമായ മൂലകങ്ങൾക്ക് ഇട്ട് ഇതിൻ്റെ കുരുടിപ്പൊക്കെ മാറി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ചെടി വളർന്നു വരികയും നല്ല രീതിയിൽ കായ്ഫലവും മറ്റും ഉണ്ടാവുകയും ചെയ്യും. കൃഷിയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഉള്ള സഹായങ്ങളും മറ്റും ചെയ്തു തരുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.